റോസാപ്പൂ പോലെ സുന്ദരമായ പാദങ്ങളും ഒരു പാടുപോലുമില്ലാത്ത പാദങ്ങളിലെ സ്കിന്നും നല്ല ഭംഗിയുള്ള നെയിൽസും ഒക്കെ നമുക്ക് സ്വന്തമാക്കണ്ടേ? ഈ വീഡിയോ കാണൂ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സുന്ദരമായി നിങ്ങളുടെ പാദങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിക്കാമെന്ന്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. നമ്മൾ സൗന്ദര്യ സംരക്ഷണം ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് അല്ലേ? സ്കിൻ കെയർ ചെയ്യാറുണ്ട്, ഹെയർ കെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പല തരത്തിലാണ് നമ്മളുടെ സൗന്ദര്യം നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ഇതിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. കാലിൻ്റെ പാദങ്ങളും നഖങ്ങളും വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? നമ്മൾക്ക് ആഗ്രഹമില്ലേ കാലുകളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കണം? അതിന് ഏത് ഏജ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള കാലുകളുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രായമായിട്ടും നല്ല ഭംഗിയുള്ള കാലുകളും പാദങ്ങളും നഖവും ഒക്കെയുള്ള ആൾക്കാരെ നമുക്ക് ചിലർക്ക് നഖം ഫംഗസ് ഒക്കെ വന്ന് അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ നഖം ഇങ്ങനെ ലെയർ ആയിട്ട് വന്നിട്ട് നഖത്തിന് കട്ടി കൂടിയിട്ട് നഖത്തിൻ്റെ സൈഡിലോട്ട് നഖം ഇറങ്ങി വളർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നഖത്തിൻ്റെ ഭംഗി പോവുകയും കാല് വിണ്ട് കീറുകയും, ഇവിടെ കാല് വെടിക്കുക എന്ന് പറയും, കാല് വിണ്ട് കീറുകയും കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗം നല്ല കട്ടി ആ തോല് കട്ടിയാകുന്നത് കൊണ്ടാണ്, തോല് ഇങ്ങനെ തഴമ്പ് പോലെ നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ ആകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഇങ്ങനെ പൊട്ടിക്കീറുന്നത്. ചെറുതായിട്ട് ലൈനായിട്ട് വരും, എന്നിട്ട് അവിടെ അഴുക്ക് കയറും. അഴുക്ക് കയറി കുറേശ്ശെ അതിങ്ങനെ പൊട്ടിക്കീറി ഇങ്ങനെ ഇരിക്കും, പിണ്ട് കീറി. അത് നമ്മൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഉറപ്പായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ, റെഗുലറായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾക്കത് ക്യൂർ ചെയ്യാൻ പറ്റും. നമ്മൾ സാരിയൊക്കെ ഉടുത്ത് പോകുമ്പോൾ ബാക്കി നോക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് നമ്മുടെ ഉപ്പൂറ്റിയാണ് അല്ലേ? ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മളുടെ സീനിയേഴ്സൊക്കെ സാരി ഉടുക്കും. അപ്പം നമ്മൾ സാരി ഉടുക്കില്ലല്ലോ. അപ്പോൾ അവരൊക്കെ സാരി ഉടുക്കുമ്പോൾ അവരുടെയൊക്കെ കാലുകൾ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾക്ക് എന്നാണ് ഇങ്ങനെ സാരി ഉടുത്ത് നടക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ഭാഗം ബാക്കി നോക്കുമ്പോൾ നമ്മുടെ കാലുകൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള കാലിൽ ഒരു ചെറിയ കൊലുസൊക്കെ ഇട്ട് നടക്കുമ്പോൾ വളരെ ഭംഗിയാണ് അല്ലേ? അപ്പോൾ നമുക്കിന്ന് കാലുകൾ എങ്ങനെയാണ് വെടിപ്പും വിള്ളലും ഒന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വഴി നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നല്ല പച്ചരി ചോറിന്റെ പോലത്തെ വെള്ള കളറുള്ള പാദങ്ങളും റോസാപ്പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പാദവും സ്വന്തമാക്കാൻ നമ്മൾക്ക് വേണ്ടത് അലോവേറ ജെല്ലിന്റെ രണ്ട് ലീഫ് മാത്രമാണ്. ലീഫ് നമ്മൾ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ വെക്കാൻ മറക്കരുത്. അതിന്റെ കറ പോകാനായിട്ട് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ലീഫിന്റെ സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞ് നമുക്ക് അതിനകത്തുള്ള ജെല്ലാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അലോവേറയുടെ തോല് മാറ്റിയിട്ട് നമുക്ക് അതിന്റെ നടുക്കുള്ള ജെല്ല് നമ്മൾക്ക് പതുക്കെ കത്തി കൊണ്ട് എടുത്തു മാറ്റാം. അലോവേറ നമ്മളുടെ കാലിന്റെ സ്കിന്നിന്റെ റഫ്നെസ്സിനെ മാറ്റുകയും ഹീൽസിന് ഉണ്ടാകുന്ന ക്രാക്സും മാർക്സും ഒക്കെ മാറ്റുകയും ചെയ്യുന്നതാണ്. അലോവേറ ജെൽ നമ്മൾ നെയിലിനെ ഡാർക്ക് ആകാതെ സൂക്ഷിക്കുകയും നെയിൽ ഫംഗസ് ഉണ്ടാകാതെ ഫംഗസ് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിന്റെ സ്കിൻ ടോണിനെ ബ്രൈറ്റ് ആക്കുകയും ഒരു കൂളിംഗ് ആൻഡ് ഫ്രഷ് റിലീഫ് തരികയും കാലിന് എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി തരികയും ഒക്കെ ചെയ്യുന്നതാണ് അലോവേറ. നമ്മൾക്ക് അതിന്റെ ജെല്ല് മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 2 ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ലീഫിന്റെയും സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അലോവേറയ്ക്ക് സ്കിൻ കെയറിലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് നമുക്കിപ്പോൾ പല വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കാലിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന്റെ ഈ ജെല്ല് റോ ആയിട്ട് തന്നെ നമ്മൾ കാലിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ജെല്ല് നമ്മൾക്ക് ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയും ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ്. കാലിന്റെ സ്കിന്നിന് കളർ തരാനൊക്കെ സഹായിക്കുന്ന, നഖത്തിന് ഫംഗസ് ഒക്കെ മാറ്റുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടിയും അലോവേറയും കൂടെ ചേരുമ്പോൾ. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിക്സിയിൽ ചെയ്യാവുന്നതാണ്. ബീറ്റ് ചെയ്ത ഈ അലോവേറ ടർമറിക് ജെൽ, മഞ്ഞൾപ്പൊടി ഇട്ട ഈ ജെല്ലിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ ജോജോബ ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കാവുന്നതാണ്. ജോജോബ ഓയിൽ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ സ്കിന്നിലേക്ക്
ഏറ്റവും കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഓയിലാണ്. സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ സ്കിന്നിന് കളർ തരാനും മാർക്കുകളൊക്കെ പോകാനും സഹായിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾക്കൊരു കണ്ടെയ്നറിലേക്കോ ബൗളിലേക്കോ പാത്രത്തിലേക്കോ തൽക്കാലം മാറ്റി വെക്കാം. ഇനിയാണ് നമ്മളുടെ പ്രോസസ്സിങ് ആരംഭിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ച അലുവേറയുടെ സ്കിന്നില്ലേ, ആ സ്കിന്ന് വളരെ നല്ലതാണ് സ്കിൻ വൈറ്റനിങ്ങിന്. ഇത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നമ്മളുടെ മുഖത്ത് തൈരിൽ ചേർത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ചെറിയ ചെറിയ പീസുകളാക്കിയ അലുവേറ പ്ലാന്റിന്റെ സ്കിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾക്കൊരു വലിയ പാത്രം, ബേസിനോ ബൗളോ നമ്മുടെ 2 കാലും ഇറക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലേറ്റ് ആണിത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഇനി ആവശ്യമുള്ളത് ഒരു ലെമൺ ആണ്. ആ ലെമണിനെ ചെറിയ ചെറിയ സ്ലൈസുകളാക്കി കട്ട് ചെയ്ത് നമുക്ക് ഈ അലുവേറ പ്ലാന്റിന്റെ സ്കിൻ കട്ട് ചെയ്തതിന്റെ കൂടെ ചേർക്കാം. ലെമൺ വളരെ നൈസ് ആയിട്ടുള്ള സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പം. കാരണം അതിന്റെ ഗുണങ്ങൾ നമ്മളിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ആ ചൂടുവെള്ളത്തിലേക്ക് ഇറങ്ങി വരാനും നമ്മുടെ കാലിനെ സൂത്ത് ചെയ്യാനും നമ്മുടെ കാലിനെ ക്ലീൻ ചെയ്യാനും സോഫ്റ്റ് ആക്കാനും നമ്മുടെ കാലിലുണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷനെ ഒക്കെ മാറ്റാനും കാലിനെ സോഫ്റ്റ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മൾക്ക് കാല് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഏകദേശം ഒരു 25 മിനിറ്റോളം ഇറക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറും. അതുവരേക്കും നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കാവുന്നതാണ്. ഇതിൽ വേറെ ഷാമ്പുവോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആവശ്യമില്ല. അലുവേറ പ്ലാന്റിലുള്ള ആ ഒരു എല്ലാ വിറ്റമിൻസും മിനറൽസും എസൻഷ്യൽ ഓയിൽസും എല്ലാം തന്നെ നമ്മളുടെ കാലിലേക്ക് പ്രവർത്തിക്കുന്നതാണ്. അതേപോലെ തന്നെ ലെമണും. ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാല് ഡിപ്പ് ചെയ്യുകയും എടുക്കുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കാല് ക്ലീൻ ആകുകയും കാലിന്റെ സ്കിൻ ഒന്നും കൂടെ സോഫ്റ്റ് ആകുകയും ചെയ്യുന്നതാണ്. ഇത് വളരെ നല്ല ഒരു യോഗ ആണ്. അത് മാത്രമല്ല നമ്മളെ ടെൻഷൻസ് അതായത് നമ്മുടെ ശരീരത്തുള്ള ഞരമ്പിന്റെ എല്ലാം കെട്ട് നമ്മുടെ കാലിന്റെ പാദത്തിന്റെ അടിയിലാണ്. ഇങ്ങനെ ചെറിയ ലൂക്ക് വാം വാട്ടറിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വെക്കുന്നത് കാരണം നമ്മൾക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെല്ല് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. കാല് മൊത്തം അപ്ലൈ ചെയ്യാം. കാലിന്റെ വെള്ളയിൽ അപ്ലൈ ചെയ്യുന്ന ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് ചിലപ്പം കാണികളോടുള്ള ഒരു ഇറസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് കാലിൽ അപ്ലൈ ചെയ്യുന്ന മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാലിന്റെ പാദത്തിലും ഒക്കെ കാല് ഫുൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. കയ്യിലും ഇതുപോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ജെൽ, റോ അലുവേറ ജെൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 3 ദിവസം ഇങ്ങനെ ചെയ്താൽ ഒത്തിരി വെടിപ്പൊക്കെ ഉള്ളവർക്ക്, അല്ലാതെ ഒത്തിരി കാലൊക്കെ പൊട്ടിയിട്ടുള്ളവർക്ക് വളരെ നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അവൈലബിൾ ആണ് നിങ്ങൾക്ക് അലുവേറ പ്ലാന്റ്. ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു പ്ലാന്റ് വാങ്ങിച്ച് ഒരു ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലീഫ് തരുന്ന ജെല്ല് തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു ജെല്ല് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് മടിക്കാതെ ചെയ്തു നോക്കൂ. റെഗുലറായിട്ട് ചെയ്യണം. റെഗുലറായിട്ട് കാല് അതുപോലെ ചൂടുവെള്ളത്തിൽ ലൂക്ക് വാം വാട്ടറിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ജെൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ പിന്നെ ചൂടുവെള്ളത്തിൽ വെക്കുന്നത് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്താൽ മതിയാകും. അപ്പോഴേക്കും നമുക്ക് കാലൊക്കെ നല്ല സ്മൂത്ത് ആകും. അതല്ലാതെ തന്നെ അലുവേറ ഗ്ലിസറിൻ ജെൽ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാല് നല്ല പട്ടുപോലെ മിനുസമുള്ളതും ഒരു പാടുപോലും ഇല്ലാത്ത ഗ്ലാസ് സ്കിൻ കാലിന് കിട്ടും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് പേര് കാലിൻ്റെ വിള്ളലും ചെറിയ പ്രായത്തിൽ തന്നെ കാലിൻ്റെ വിള്ളലും പ്രായമായിട്ടുള്ളവരാണെങ്കിലും പ്രായഭേദമന്യേ ഇത് ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട്. ആക്ച്വലി നമ്മളുടെ ശരീരത്ത് പിത്തത്തിൻ്റെ എഫക്റ്റ് കൂടുതലാണെങ്കിലും നമുക്ക് കാലിങ്ങനെ വിണ്ട് കീറും. വെടിക്കുക എന്ന് വേണമെങ്കിൽ അത് തന്നെ വരുന്നു. കാലിങ്ങനെ വിണ്ട് കീറും. കൂടുതലും
നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൂടുതൽ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കാലാവട്ടെ, കൈയാവട്ടെ, തലമുടിയാവട്ടെ, സ്കിൻ കെയർ ആവട്ടെ, എല്ലാം തന്നെ ഈ 3 പാദം, പിത്തം, കഫം ഇത് 3ഉം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വണ്ണമാവട്ടെ എല്ലാം തന്നെ മുഖത്തിൻ്റെ വീക്കം എല്ലാം തന്നെ ഇതിനെ ബാലൻസ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഡയറ്റിൽ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ലഡ്ഡു പോലെ ഉണ്ടാക്കി കഴിക്കാം. ഞാനതൊരു ഷോർട്സ് ആയിട്ടിട്ട് അതുപോലെ ലഡ്ഡു ഉണ്ടാക്കി കഴിക്കാം. വടിക്കോൾ അതിനധികം സ്വീറ്റ് ഒന്നുമില്ലാത്ത കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നട്ട്സ് കൊണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടും, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഗ്രേപ്സ് അല്ലാതെ കുറച്ച് ബെറീസ് ഒക്കെ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ലഡ്ഡു പോലെ ഉണ്ടാക്കി ചെറിയ ബോൾസ് പോലെ ഉണ്ടാക്കി സ്നാക്സിന് പകരം അതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളാജിൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ ശരീരത്ത്. അങ്ങനെ നമുക്ക് നല്ല കളർ കിട്ടുകയും കുറച്ചും കൂടെ യൂത്ത്ഫുൾ ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ സ്വന്തം കാര്യമാണ്. ഇത് നോക്കാൻ വേറെ ആരും വരില്ല. ആരും നമ്മളെ കമ്പൽ ചെയ്തു പോലുമില്ല ഇത് ചെയ്യാതെ. ഇത് മാത്രം നമ്മളോട് ആരും നീ നിന്റെ സൗന്ദര്യം ഒന്ന് സംരക്ഷിക്കേ, നിന്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യേ, നിന്റെ ഹെയർ കെയർ ഒന്ന് ചെയ്യേ, അതല്ല നിന്റെ കാലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി മീൻസ് സൗന്ദര്യമാക്കി വെക്കൂ എന്നൊന്നും നമ്മളോട് ആരും പറയില്ല. അങ്ങനെ വെച്ചാൽ തന്നെ അത് സഹിക്കാൻ വയ്യാതെ ഒരുപാട് പേരുണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങളിത് ചെയ്യണം. സ്കിൻ കെയർ ചെയ്യൂ, ഹെയർ കെയർ ചെയ്യൂ, ലൈഫിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കി, സ്കിൽഫുൾ ആക്കി, ലൈവ്ലി ആക്കി തീർക്കൂ. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.